ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ വയറിങ്ങനെ വീർത്ത് വരുന്നുണ്ടോ? വയറ് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറ് ഫുള്ളായിരിക്കുന്ന മാതിരി, വയറല്ലെങ്കിൽ ഫുട്ബോൾ മാതിരി വീർത്ത് വരിക, ഗ്യാസ് വന്ന് വയറ് നിറയുക എന്ന് വളരെ കോമൺ ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഒത്തിരി പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുന്ന വരുന്ന ഒരു കംപ്ലയിൻ്റ് ആണത്. എന്താണ് വയറ് വീർത്ത് വരുന്നത്? അത് കൂടുതലായിട്ട് ഗ്യാസ് നമ്മളെ വയറിനുള്ളിൽ ആമാശയത്തിലും അല്ലെങ്കിൽ കുടലിലും നിന്ന് കളക്ട് ചെയ്യുമ്പോഴാണ് ഈ വയറ് വീർത്ത് വരുന്നത്. പ്രത്യേകിച്ച് അത് ചില ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങളാവാം. ഗ്യാസ് കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹനപ്രക്രിയക്ക് പ്രശ്നമുള്ളവർ, അസിഡിറ്റി കൂടുതലുള്ളവർക്ക് പെട്ടെന്ന് വയറ് വീർത്ത് വരും. അത് ചില ഭക്ഷണങ്ങൾ കടല, പരിപ്പ്, കപ്പ, ചക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോഴായിരിക്കും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് കൂടുതലുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വയറ് വീർത്ത് വരാം. അതേമാതിരി ഭക്ഷണം കഴിച്ച് നന്നായിട്ട് വെള്ളം കുടിക്കാതിരിക്കുക. അതേമാതിരി ഒത്തിരി എരിവ്, മസാലയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുക. അപ്പോൾ ഭക്ഷണം നിങ്ങൾ കഴിക്കുമ്പോൾ സാവധാനം കഴിക്കുക. ഗ്യാസ് കണ്ടന്റ് കൂടുതലുള്ള സാധനങ്ങൾ ഇതേമാതിരി കിഴങ്ങ് വർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ അങ്ങനെയൊക്കെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അസിഡിറ്റി പ്രോബ്ലം ഉള്ളവർ അത്തരം അത് ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ദഹനം കുറച്ചും കൂടി സ്മൂത്ത് ആവാൻ വേണ്ടി ഇതേമാതിരി വെജിറ്റബിൾസ്, കക്കരിക്ക, ക്യാരറ്റ് അതേമാതിരിയുള്ള വെജിറ്റബിൾസും അതേമാതിരി പഴങ്ങളും കൂടുതൽ ഉൾപ്പെടുത്തുക. അതേമാതിരി തൈര് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഡൈജഷനെ കുറച്ചും കൂടി സ്മൂത്ത് ആക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഭക്ഷണം സമയത്ത് കഴിക്കുക. ഒത്തിരി ഡിലേ വരുമ്പോഴാണ്, താമസം വരുമ്പോഴാണ് കൂടുതൽ ഗ്യാസ് പ്രശ്നം വരിക. പിന്നെ എക്സസൈസ് തീരെ കുറവാണെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാം. നമ്മൾ കുറച്ച് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വയറിൽ ഇത്രയും ബ്ലോട്ടിങ്ങിൻ്റെ ഇത് നന്നായിട്ട് കുറയുന്നതായിട്ടാണ് കാണുന്നത്.